നമ്മളൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ പാസ്പോർട്ട് ഉണ്ടല്ലോ, അത് നമ്മുടെ പൗരത്വത്തിന്റെ തെളിവല്ല. ഞങ്ങളുടെ കുട്ടിയൊഴികെ സാറേ ആരും ജനന സാക്ഷ്യപത്രം കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ ജനന മരണ കുറിപ്പടിയും കണ്ടിട്ടില്ല. പാസ്പോർട്ട്, ആധാർ കാർഡ്, റേഷൻ കാർഡ് ഉണ്ടാക്കാൻ വലിയ ക്യൂവിലും നിന്നിട്ടില്ല. അതുകൊണ്ടവർക്കാർക്കും ഈ വകരേഖകളുമില്ല. ഉണ്ടായിട്ടും കാര്യമില്ല. പൗരത്വം അത് വേറെ ലെവലാണ്. കാഗദാനാം സഹസ്രേണ ന പൗരത്വം പ്രസിദ്ധ്യതി അന്യഥാ ഭാവന മാത്രം കോട്യാം തു ന ഗണ്യതേ. ആയിരക്കണക്കിന് കടലാസുകൾ കൊണ്ടും പൗരത്വം സ്ഥാപിക്കപ്പെടുന്നില്ല. പൗരത്വം ഒരു വികാരമാണ്. അത് കോടതിയിൽ എണ്ണപ്പെടുന്നില്ല. ഒരു ജനന സാക്ഷ്യപത്രം എന്നാൽ ഒരാൾ ഒരു പ്രത്യേക സ്ഥലത്ത് ജനിച്ചു എന്ന് മാത്രമേ തെളിയിക്കുന്നുള്ളൂ. പൗരത്വം പവർഫുൾ ആണ്. അതേസമയം ഒരു വ്യക്തിക്ക് തന്റെ ജന്മനാടിനോടുള്ള വൈകാരികമായ ബന്ധം വെറും രേഖകളിൽ ഒതുങ്ങുന്നതല്ല എന്ന ചിന്തയും എല്ലാ ജീവികളിലുമുണ്ട്. കാട്ടിലെ മൃഗങ്ങൾ പോലും തങ്ങൾ ജനിച്ചു വളർന്ന തങ്ങളുടേതെന്ന് അടയാളപ്പെടുത്തിയ അതിർത്തികളെ ജീവൻ കൊടുത്തും സംരക്ഷിക്കാറുണ്ട്. അതാണ് അവയുടെ ജന്മനാട്. ജനന സാക്ഷ്യപത്രം പൗരത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ടതിൽ ഒരു രേഖയാണ്. ഒരു കോടതിയിലോ ഏതെങ്കിലും അധികാരികളുടെ മുന്നിലോ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടാൽ പ്രധാന പൗരൻ ആയാലും പുറമ്പോക്കിലെ പൗരനായാലും ഒറ്റ രേഖയല്ല, മറിച്ച് ഒരു കൂട്ടം തെളിവുകളുടെ ടോട്ടാലിറ്റി ഓഫ് എവിഡൻസ് പരിശോധിക്കുകയാണ് ചെയ്യുക. രാഷ്ട്രപതി ഹി പ്രഥമ പൗരഃ കോട്യാം സാക്ഷ്യം വിനാ നഹി പൗരത്വം ഹി മഹാശക്തി ഹി തത്പ്രമാണം തു ദുഃഖദം. രാഷ്ട്രപതിയാണ് രാജ്യത്തെ ഒന്നാമത്തെ പൗരൻ. എന്നാൽ കോടിക്കണക്കിന് തെളിവുകളോ രേഖകളോ കോടതികളിൽ ഹാജരാക്കാതെ പൗരത്വം തെളിയിക്കാൻ കഴിയില്ല. പൗരത്വം എന്നത് വലിയൊരു അധികാരം, മഹാശക്തി തന്നെയാണ്. പൗരത്വം ഞെരിപ്പെടാ. ചുരുക്കത്തിൽ ജനന സർട്ടിഫിക്കറ്റ് പൗരത്വത്തിന്റെ ഒരു പ്രധാന രേഖയാണ്. പക്ഷേ ഇത് എല്ലാ കാര്യങ്ങളും തീർപ്പാക്കുന്ന രേഖയല്ല. പിന്നെയാണോ ഈ യാത്രരേഖ പാസ്പോർട്ട്? അപ്പോ ഈ പ്രമാണം, ഈ യാത്രാരേഖ എന്നാണ് ഇന്ത്യയിൽ വന്നത്. ആർക്കാണ് ആദ്യം കിട്ടിയത് എന്ന് നോക്കാം. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് 1915 ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ പ്രവേശിക്കാനും പുറത്തു പോകാനും പാസ്പോർട്ട് നിർബന്ധമാക്കി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ പാസ്പോർട്ടുകൾ 1920-21 കാലഘട്ടത്തിൽ പുറപ്പെടുവിച്ചു. ഇത് ബ്രിട്ടീഷ് ഇന്ത്യൻ പാസ്പോർട്ട് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം 1967 ഇന്നത്തെ പാസ്പോർട്ട് ആക്ട് നിലവിൽ വരുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ചില പ്രധാനപ്പെട്ട ആദ്യകാല പാസ്പോർട്ടുകൾ ആർക്കൊക്കെ ആണെന്ന് നോക്കാം. അതിനെ എമർജൻസി ട്രാവൽ ഡോക്യുമെന്റ് എന്നാണ് പറയുന്നത്. ഇന്നു കാണുന്ന ബുക്ക് പോലുള്ള പാസ്പോർട്ട് അല്ല. 1914 മഹാത്മാഗാന്ധിക്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ വരാൻ ഈ യാത്രാരേഖ നൽകിയിരുന്നു. അന്ന് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ബ്രിട്ടീഷ് പൗരനായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ലണ്ടൻ വഴി ഇന്ത്യയിലേക്ക് തിരികെ വരാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള അനുമതി പത്രമായി ഈ എമർജൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. ജന്മം കൊണ്ടോ നാച്ചുറലൈസേഷൻ വഴിയോ ബ്രിട്ടീഷ് പൗരത്വമുള്ളവർക്കും നാട്ടുരാജ്യങ്ങളിൽ ജനിച്ച് ബ്രിട്ടീഷ് സംരക്ഷിത വ്യക്തികൾക്കും മാത്രമാണ് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ പാസ്പോർട്ടുകൾ നൽകിയിരുന്നത്. ഇന്നും പൗരത്വം എന്നത് ഒരു വ്യക്തിക്ക് രാജ്യം നൽകുന്ന ഏറ്റവും വലിയ അധികാരവും സംരക്ഷണവുമാണ്. പൗരത്വം സിമ്പിളാണ്, പവർഫുള്ളുമാണ്. പക്ഷേ അത് തെളിയിക്കാൻ ഇറങ്ങിയാൽ കല്യാണ സൗഗന്ധികം തേടിപ്പോയ ഭീമന്റെ അവസ്ഥയാകും. അവസാനം ആ പഴയ കടലാസ് കഷ്ണവും തെളിവും കിട്ടാൻ നമ്മൾ ഹനുമാന്റെ മുന്നിൽ വേഷം കെട്ടേണ്ടിവരും. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ.